പാലാ നഗരത്തിലെ ഗതാഗതത്തിന് പുതിയ മാർഗങ്ങൾ ലക്ഷ്യമിടുന്ന പുഴക്കര റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാൻ തുടർ നടപടിയില്ല. ഭൂരിഭാഗവും വീതി കൂട്ടിയെങ്കിലും അവശേഷിക്കുന്ന ഭാഗം ഏറ്റെടുക്കുന്നതിനാണ് കഴിയാത്തത്. പുഴയോരം വീതി കൂട്ടി നിർമ്മിച്ച റോഡാണ് അനാഥമാകുന്നത്. 1 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 200 മീറ്റർ ദൂരത്തിൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 10 വർഷമായി നടപടിയില്ല. ഇതുമൂലം പാലയുടെ ടൗൺ ബൈപ്പാസായി പ്രയോജനപ്പെടുത്താവുന്ന റോഡ് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം കുളങ്കടത്തെത്തി പൂഞ്ഞാർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. PWയുടെ ഒറ്റത്തവണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. 3 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്നതാണ് റോഡ്. സ്റ്റേഡിയം വ്യൂ റിവർ വ്യൂ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുവശത്തുമുള്ള ഭൂവുടമകൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലം ഉപയോഗിച്ച് 10 വർഷം മുമ്പ് 8 മീറ്റർ വീതിയിൽ 800 മീറ്ററോളം റോഡ് വീതി കൂട്ടി പൂർത്തീകരിച്ചിരുന്നു. നഗരസഭ നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് പൂർത്തിയായാൽ സ്ഥല ഉടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാമെന്ന് സമ്മതിച്ചത്. ബാക്കി ഭാഗത്ത് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കലാണ് വൈകുന്നത്. ചെത്തിമറ്റം കുളങ്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് പൂർത്തിയാക്കിയാൽ ലാലം ജംഗ്ഷനിലെയും സ്റ്റേഡിയം ജംഗ്ഷനിലേക്കും ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകും. പാലാ ടൗണിലെ പ്രധാന റോഡിന്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെ ബൈപ്പാസായി ഉപയോഗിക്കാം. കിഴക്കൻ മേഖലകളിൽ നിന്നെത്തുന്നവർക്ക് ടൗണിൽ പ്രവേശിക്കാതെ ഈ റോഡിലൂടെ റിവർവ്യൂ റോഡിലെത്തി കൊട്ടാരമറ്റത്തേക്ക് പോകാം. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ളത്. സ്ഥലം ഏറ്റെടുക്കാൻ കൂട്ടായ നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.